ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഓഫർ വീഡിയോ ആണ്. ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം 30% ഓഫറിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ എല്ലാ മാസം തന്നെ ഓഫർ വീഡിയോസ് ചെയ്യാറുണ്ട്. സാരീസിന്റെയും ചുരിദാറിന്റെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മാസത്തെ ഓഫർ വീഡിയോ ആണ്. 30% ആണ്. 30% ഓഫറിലാണ് നമ്മൾ ഇന്നത്തെ എല്ലാം ചെയ്യുന്നത്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. ഇവിടെ ഫസ്റ്റ് സെറ്റ് വരുന്ന ഇതാണ്. നല്ലൊരു പ്യുവർ കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ്. ഒരു മെറൂൺ ഷെയ്ഡിന്റെ ഒരു ചിക്കു കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. ഇതിനകത്ത് ബോഡിയിൽ ഇതുപോലെ മെറൂണിലേക്ക് ആ ഒരു ചുങ്കിടി പ്രിന്റുകളാണ് കയറി വരുന്നത് കേട്ടോ. നല്ല രസമായിട്ടുള്ള സെറ്റാണ്. അതുപോലെ ദാമനേരിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ നമ്മുടെ കലങ്കാരി പ്രിന്റ് ചെയ്ത് ആ ചിക്കു കളറിൽ തന്നെ നല്ല ഭംഗിയായിട്ട് കലങ്കാരി പ്രിന്റ് ചെയ്ത ആ ഒരു പ്രിന്റുകൾ എൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിനൊരു മൾട്ടി കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഗ്രീൻ വരുന്നുണ്ട്, ബ്ലാക്ക്, മെറൂൺ എല്ലാ ഷെയ്ഡും കൂടെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ സെറ്റാണ്. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെയാണ് ബാക്ക് സൈഡിലേക്കും വരുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്ക് സൈഡും വരുന്നത് കേട്ടോ. നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ലെങ്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഓഫറിൽ ഇടുന്നതൊന്നും മോശമായിട്ടുള്ള മെറ്റീരിയൽ ഒന്നും അല്ല. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു സെറ്റിന്റെ വീഡിയോയിൽ ഈ ഒരു കളർ മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സിംഗിൾ പീസ് വരുന്നതെല്ലാം നമ്മൾ ഓഫറിൽ ഇടുന്നത് കേട്ടോ. എല്ലാം നല്ല സെറ്റുകളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഡാമേജ് ഉള്ള സെറ്റുകളൊന്നും നമ്മൾ ഓഫറിലേക്ക് ഇടുന്നില്ല. നോർമലി നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ ഇത് അയക്കുന്നതിന് മുമ്പ് ഇതാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ അയക്കുള്ളൂ. അതുകൊണ്ട് ഡാമേജിന്റെ കാര്യം നിങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഇതിന്റെ ഷോൾ വരുന്ന അടിപൊളിയായിട്ടുള്ള ക്രേപ്പ് ഷോൾ ആണ് വരുന്നത്. ഇത് കണ്ടോ, നല്ല രസമുള്ള ക്രേപ്പിന്റെ ഷോള്. ഇതുപോലെ ചിക്കു കളറിലേക്ക് ഇതുപോലെ ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. അതുപോലെ എൻഡിലേക്ക് വരുമ്പോൾ ടോപ്പിന്റെ ആ സെയിം ഷെയ്ഡിലേക്ക് മെറൂണിൽ അതുപോലെ തന്നെ ആ ഒരു ചുങ്കിടി പ്രിന്റുകളും വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഷോൾ. കാരണം ക്രേപ്പ് ഷോളാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം അത്രയും കംഫർട്ടബിൾ ആണല്ലോ നമുക്ക് ഇടാനായിട്ട്. നല്ല ലെങ്ത് ഷോളിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഷോൾ അതാണ് വരുന്നത്. ബോട്ടം വരുന്നത് അതായത് നമ്മുടെ ടോപ്പിന്റെ ആ ഒരു ദാമനേരിയയിൽ കണ്ട ആ ഒരു സെയിം പാറ്റേണിലേക്ക് തന്നെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലിലേക്ക് കലങ്കാരി പ്രിന്റുമായിട്ട് വരുന്ന ബോട്ടം. ഇതുണ്ടോ, നല്ല കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1065 ആണ് കേട്ടോ. 1069. ഓക്കെ, പ്രൈസ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. ആൻഡ് 1000 സംതിങ് ആണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് 30% ഓഫർ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു 720 ആ റേഞ്ചിലേക്ക് നമുക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റിൽ വിത്ത് ക്രേപ്പിന്റെ ഷോളോട് കൂടിയിട്ട് നല്ല അടിപൊളി സെറ്റ് അല്ലേ വരുന്നത്. ബസ് എല്ലായിടത്തും ഇപ്പം എല്ലാത്തിൻ്റെ വേറെ വേറെ പ്രൈസ് ആണ്. ചിലപ്പോൾ ഞാൻ വിട്ടുപോയിരിക്കും. ഇൻ കേസ് പറഞ്ഞില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എപ്പോഴും നമുക്ക് സ്ക്രീനിൽ അതിൻ്റെ റേറ്റ് ഉണ്ടാവും. ഒറിജിനൽ റേറ്റ് ആയിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. എല്ലാത്തിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് സ്ക്രീനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമുക്ക് ഇനി വേഗം കളക്ഷൻസ് നോക്കാം. നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടണിൽ തന്നെയാണ് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഹക്കോബ പാറ്റേണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ ഹക്കോബയുടെ പാറ്റേൺ വരുന്നത് കണ്ടോ, എങ്ങനെയാണ് കേട്ടോ. നല്ലൊരു സിസാങ്ങിന്റെ പോലെ ഒരു പാറ്റേൺ വരുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. നെക്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക്, ഒരു പിങ്കിന്റെയും ഒരു റസ്റ്റ് ഷെയ്ഡിന്റെ എല്ലാം കോമ്പിനേഷനിൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ല നെക്ക് ലൈനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. നല്ല മെറ്റീരിയലുമാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഇത്രയും നല്ല മെറ്റീരിയൽ, നല്ല രസമുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് ആ ഒരു ഹക്കോബയുടെ പാറ്റേൺ വരുന്നില്ല. പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുണ്ടോ, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ്. ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലായിടെങ്കിലും ഓഫ് വൈറ്റ് കളറിലെ ബോട്ടം എന്തെങ്കിലും പെൻസിൽ ബോട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇത് തന്നെ ലൈനിങ് ആയിട്ട് എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടം വേണമെങ്കിൽ പറയാം. ഇനി ആർക്കെങ്കിലും ഇഷ്ടം ഈ കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഇടാനാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം ഷോളും പെയർ ചെയ്യും. ഇതിന്റെ കൂടെ വരുന്ന ഷോൾ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ് ഷോൾ വരുന്നത്. ഇതുപോലെ സെൽഫ് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കും കൊടുക്കുന്നുണ്ട്. പ്രൈസ് വരുന്നത് 990 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. അതിന്റെ നെക്കിൽ വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. കളർ കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ ആ ഒരു ഹക്കോബയുടെ പാറ്റേണും ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇതിലേക്ക് വരുന്നത്. ഒരു ഫ്ലവറിന്റെ ഒക്കെ ഒരു പാറ്റേണിലേക്കാണ് ഇത് വരുന്നത് കേട്ടോ. വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല. ബാക്ക് സൈഡ് ഹക്കോബ പാറ്റേൺ വരുന്നില്ല. പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ ബോട്ടം സാൻറ്റൂൺ ആണ്. ഇതിന്റെ ആ ഒരു ഷോള് പെയർ ചെയ്തേക്കുന്നത് ഈ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാ എങ്ങനെയാണ് ഷോള് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിന്റെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഓറഞ്ച് കളർ ഇടാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. കാരണം ഇത് ഓഫ് വൈറ്റ് ആയതുകൊണ്ട് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ഇതിൽ വരുന്നതിലും പോകും. പ്രൈസ് സെയിം ആണ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബേസ് ആയിട്ട് ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെയാണ് വരുന്നത്. പ്യുവർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഫുൾ ആയിട്ടും അജറക് പ്രിന്റുകളാണ് വരുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടും ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഹെവി ആയിട്ട് അജറക് പ്രിന്റുകളാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലേക്കും ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെ പോകുന്നു. ഇത് കണ്ടോ ഇങ്ങനെ. പിന്നെ സ്ലീവെന്റിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ബോർഡർ വെക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ബോർഡർ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് സ്ലീവെന്റിലേക്ക് കൊടുക്കാം. അങ്ങനെ വരുന്നു. ഇതിന്റെ ബോട്ടം വരുന്നതും നല്ല രസമാണ്. ഇതുപോലെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത്. ഇഷ്ടമുള്ളവർക്ക് വേറൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള വിട്ടും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കിട്ടുന്നു. അത്രയും വിട്ടിലും ലെങ്ത്തിലും അതും വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനും.
ഇങ്ങനെയാണ് വരുന്നത്. അതും കോട്ടൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ടോപ്പ് ബോട്ടും ഷോളും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ഷോള് വരുന്നത്. ഷോളിലേക്ക് വരുമ്പോൾ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും പ്രിന്റുകൾ ഷോളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് വരുന്നത് നമുക്ക് അടുത്തത് നോക്കാം. വരുന്നത് പ്യുർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ ഒരു ബാട്ടിക് പ്രിന്റിലേക്കാണ് കേട്ടോ വരുന്നത്. ഉണ്ട് യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളർ പാച്ച് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാന്ത സ്റ്റിച്ചിന്റെ ആ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. ഇതിൽ ചെറിയൊരു ലേസ് കൊടുത്തിട്ടാണ് അതിന്റെ ഫിനിഷിംഗ് വരുന്നത്. അതുപോലെ ബോഡിയിലേക്ക് എല്ലാം ഈ ഒരു ബ്ലാക്ക് കളറിന്റെയും ഒരു ഗ്രേ കളറിന്റെയും ഒരു ഓഫ് വൈറ്റ് കളറിന്റെയും കോമ്പിനേഷനിൽ ആ ഒരു പ്രിന്റുകൾ പോകുന്നു. ഇങ്ങനെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. എന്തിലും ഇതുപോലെ നമുക്ക് യോക്കിലുള്ള പോലെ തന്നെ ചെറിയൊരു ലേസിന്റെ ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ നല്ല രസമുള്ള ഷോളാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന്, നല്ല ഒതുങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും എന്നിട്ടും ആ ഓഫ് വൈറ്റിനും ബ്ലാക്കിന്റെയും കോമ്പിനേഷനിലേക്കാണ് ഷോള് വരുന്നത്. എൻഡിൽ ഇതുപോലെ ചെറിയ 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 ടാസിലല്ല, ചെറിയ ചെറിയ ഇതുപോലെ ഒരു ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബോട്ടം നമുക്ക് എന്താ പറയാ പലാസോ ഒക്കെ പോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ബോട്ടമാണ് ഇതിലേക്ക് വരുന്നത്. ഇവിടത്തെ കാണിച്ചു തരാം. ഇത്രയും മെറ്റീരിയൽ ഇങ്ങനെ വരുന്നുണ്ട്. ഹെവി ആയിട്ട് മെറ്റീരിയൽ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഖാദി കോട്ടന്റെ ആ ഒരു മെറ്റീരിയലിലേക്കാണ് വരുന്നത്. ഇതുണ്ട് നമുക്ക് പലാസയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഒരു യോക്കിൽ വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഓൾമോസ്റ്റ് ഇതിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ബോട്ടത്തിലും കൊടുക്കാനുള്ള ആ ഒരു മെറ്റീരിയൽ ഇതിനകത്ത് ആ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. പ്രൈസ് ഞാൻ പറഞ്ഞു പോകുന്നില്ല, സ്ക്രീനിലുണ്ടാവും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സോഫ്റ്റ് കോട്ടണിലെ മെറ്റീരിയൽ ആണ്. ഒരു പിങ്ക് കളറിന്റെ ഒരു അതുപോലെ ഒരു പീച്ച് കളർ ബ്ലാക്ക് കളറിന്റെയും കോമ്പിനേഷനിലാണ് വരുന്നത്. യോക്കിലേക്ക് ഇതുപോലെ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് യോക്കിലേക്ക് വരുന്നത്. സ്കാറ്റേഡ് ആയിട്ട് എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ. ബാക്ക് സൈഡിൽ വരുന്നത് ഷോള് വരുന്നത് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടാണ് ഷോള് വരുന്നത്. ഈ ഒരു സെയിം പാറ്റേണിലേക്ക് തന്നെ നമുക്ക് ബോട്ടവും വരുന്നത്. അപ്പോൾ ഇതാണ് ഷോള് വരുന്നത്. കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ ഇതും നല്ലൊരു എന്താ പറയാ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത്. നല്ല സുഖമാണ്. ഇതുപോലെ പ്രിന്റുകൾ വരുന്നത് ഇതുപോലെ പീച്ചിന്റെയും ബ്ലാക്കിന്റെയും വൈറ്റ് കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. ഇതുപോലെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. പ്രിന്റുകൾ പോകുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ സ്പോഞ്ച് ബോൾസ് സെന്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്യുർ കോട്ടൺ നമുക്ക് പറയാൻ പറ്റില്ല, ബ്ലെൻഡഡ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബാക്ക് സൈഡിലേക്കും സെയിം പ്രിന്റുകൾ തന്നെ പോകുന്നു. ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത്. ഇതും ബ്ലെൻഡഡ് കോട്ടൺ ആയിട്ട് തന്നെയുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഷോള് വരുന്നത് ഇങ്ങനെ ടോപ്പിന്റെയും ബോട്ടത്തിലെയും പ്രിന്റുകൾ ഷോളിലേക്ക് കയറി വരുന്നുണ്ട് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ്. പ്യുർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതിനകത്ത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇതുപോലെ നല്ല ഭംഗി, നമുക്ക് ഒരു ചിക്കൻ കറി വർക്ക് ഒക്കെ വരില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ പോകുന്നുണ്ട്. നല്ല രസമാണ്. നല്ല പ്യുർ കോട്ടൺ ആണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് ആ വർക്ക് വരുന്നില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നതും കോട്ടൺ തന്നെ സെയിം ടോണിൽ ഇതാണ് ബോട്ടം വരുന്നത്. ഷോള് വരുന്നത് ഇങ്ങനെ. ഇതിന്റെ ഷോള് പ്ലെയിൻ ആയിട്ടുള്ള ഷോളാണ് കേട്ടോ വരുന്നത്. ഇത് കണ്ടോ, പ്ലെയിൻ ഷോളാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 590 രൂപയുള്ളൂ. അപ്പോൾ ആ ഒരു റേറ്റിൽ കുഴപ്പമില്ല. കാരണം നമുക്കിത് നല്ല ഭംഗിയായിട്ട് നല്ല പ്യുർ കോട്ടൺ ആണ്, ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ്. ഒരു എന്താ പറയാ ഒരു ഓണിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു നല്ല സിൽക്കി ഫിനിഷിങ്ങിലുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതുപോലെ ചുങ്കടി പ്രിന്റുകളാണ് ഇത്. അത് ഓഫ് വൈറ്റ് കളറിലേക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരുന്ന രീതിയിലാണ് അതിന്റെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ബാക്ക് സൈഡിലേക്കും സെയിം തന്നെയാണ് വരുന്നത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ബോട്ടം വരുന്നത് ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെ ഇങ്ങനെ. ഷോള് വരുന്നതും ഇതാണ് ഷോള് വരുന്നത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിലേക്കും ആ ഒരു ചുങ്കടി പ്രിന്റുകൾ തന്നെയാണ് മെയിൻ ആയിട്ട് പോകുന്നത്. കളർ കോമ്പിനേഷനും സെയിം തന്നെയാണ് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ വേറെ കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ല രസമുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത്. ഇങ്ങനെ സെയിം പ്രിന്റുകൾ തന്നെ ബാക്ക് സൈഡിലേക്കും പോകുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ. ഷോള് വരുന്നതും ആ രണ്ട് ഷെയ്ഡിന്റെ തന്നെ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ്. സെമി സിൽക്കാണ് ഫാബ്രിക്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ഇതുപോലെ ചെറിയൊരു ഫ്ലവറിന്റെ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കാണ്. ഷോൾഡറിലേക്ക് കയറി വരുന്ന വർക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിലെല്ലാം ഷുഗർ ബീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് തന്നെ വരുന്നത്.
ബോട്ടം വരുന്നത് ആ ഒരു സെയിം മെറ്റീരിയൽ സെമി സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്, സെയിം ടോണിലേക്കാണ് കേട്ടോ വരുന്നത്. ഷോൾ വരുന്നതിന്റെ ഗഡ്വാൾ ഷോളാണ് വരുന്നത്. ഇതുപോലെ സെൽഫായിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്ക് പ്ലസ് സ്വീക്കൻസിന്റെ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വരുന്നു അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ഫാബ്രിക് വരുന്ന ഒരു മസ്റ്റൻ സിൽക്ക് ഫാബ്രിക് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. സ്റ്റിച്ച് ചെയ്തൊക്കെ നല്ല ഷേപ്പിൽ കിടന്നോളും. ഇതാ എങ്ങനെയാണ് വരുന്നത്, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്ന കോമ്പിനേഷൻ. ഇതുപോലെ വരുന്നു. അതിൻ്റെ ഉള്ളിലെല്ലാം ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇതുപോലെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് അവർ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്, ബാക്ക് സൈഡിലേക്ക് ആ പ്രിന്റുകൾ മാത്രം വരുന്നു, സ്റ്റോൺസ് വരുന്നില്ല. ഇതുപോലെ ഷോള് വരുന്നത് ഇതുപോലെ ഷിഫോൺ ഷോളാണ് കേട്ടോ വരുന്നത്. ഇതിനകത്തും പ്രിന്റഡ് ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഷോള് വരുന്നത്. ഇതുപോലെ ബോട്ടം വരുന്നത് ഇങ്ങനെ ആ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ. ഇതാണ് അതിന് ചെറിയൊരു പ്രിന്റുകൾ ഇതിനകത്തേക്കും പോകുന്നുണ്ട് കേട്ടോ സെൽഫായിട്ട്. ഇങ്ങനെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ചന്തേരി ഫാബ്രിക്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മൾട്ടി കളർ പ്രിന്റുകൾ, കളർ ഷെയ്ഡിൽ പ്രിന്റുകൾ വരുന്നു യോക്കിലേക്ക്. പ്ലസ് ഹെവി ആയിട്ട് തന്നെ മിറർ വർക്ക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ ഓൾ ഓവർ ഇതുപോലെ ബുട്ട വരുന്നുണ്ട്. ഒരു ആന്റി ഗോൾഡൻ ചെറിയുടെ ഒരു ബുട്ട വീവിങ് പോകുന്നുണ്ട്. യോക്കിൽ വരുന്ന ആ ഒരു സെയിം പാച്ച് തന്നെ ഇതുപോലെ ദാമൻ ഏരിയയിലേക്കും കൂടി പടി പോലെ ഒരു പൈപ്പിംഗ് പോലെ ഇത്രയും കൊടുത്തിട്ടുണ്ട്. പ്ലസ് അതിലേക്കും മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്, പ്ലെയിൻ ആയിട്ട്. പ്ലെയിൻ ആയിട്ട് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ലൈനിങ് അല്ല, ബോട്ടം വരുന്നത് മെറൂൺ ഷെയ്ഡിലേക്ക് തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ബോട്ടം വരുന്നു. ഇതിന്റെ ഷോൾ ആണെങ്കിൽ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ. ഇതുണ്ടോ, ഷോളിലും നിറയെ ആ ഒരു മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഹെവി ആയിട്ട് ആ ഒരു നമ്മുടെ പാകിസ്ഥാനി ഷോളിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഹെവി ആയിട്ട് അതിൻ്റെ മിറേഴ്സ് ഇതിനകത്തേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന സിൽക്കി കോട്ട ഫാബ്രിക് നല്ല അടിപൊളിയായിട്ട് ലാവണ്ടർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി വർക്ക് യോക്കിലേക്ക് പോകുന്നു. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻഡ് ടോൺ മെറ്റീരിയലാണ് വരുന്നത്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. രണ്ട് സൈഡിലേക്കും ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ. സ്കാറ്റേഡ് ആയിട്ടെല്ലാം ചെറിയ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ എംബ്രോയിഡറി വർക്ക് ഇതിനകത്തേക്കും ഷോളിലേക്കും കൊടുക്കുന്നുണ്ട്. നല്ല രസമുള്ള കളർ ഷെയ്ഡും കൂടിയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നതും ഇതുപോലെ ഒരു കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ്. ഇതിനകത്തേക്ക് നിറയെ ഇതുപോലെ ഫുൾ കരി വർക്കും കൂടെ കയറി വരുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. നിറയെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇതുപോലെ ഫുൾ കരി വർക്കും കൂടെ വരുന്നുണ്ട്. സെന്ററിലേക്ക് ഇതുപോലെ സ്പോഞ്ച് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഇതിന്റെ ഷോള് വരുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് ഷോള് വരുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഷോളാണ്. ഇതും കോട്ട ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെ. ബോട്ടം മാത്രമല്ല ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡാണ്. സാൻഡൂൺ മെറ്റീരിയലാണ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ്. നല്ലൊരു ലൈറ്റ് പീച്ച് കളറിലേക്കാണ് വരുന്നത്. പ്രിന്റുകൾ പോകുന്നത് ഇതുപോലെ. യോക്കിലേക്ക് ഇതുപോലെ കുറച്ചുകൂടെ തിക്കായിട്ടും സ്കാറ്റേഡ് ആയിട്ടും ബോഡിയിലേക്ക് എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകൾ വരുന്നുണ്ട്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡും കൂടിയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ആ ഒരു സെയിം ടോണിലേക്കും മെറ്റീരിയലും കോട്ടയിൽ തന്നെയാണ് വരുന്നത്. ഇതുപോലെയാണ് പ്രിന്റുകൾ വരുന്നത്. ബോട്ടമൊക്കെ കൊടുത്ത് എൻഡിലേക്ക് വരുമ്പോൾ ടോപ്പിലുള്ള ആ ഒരു പ്രിന്റുകൾ തന്നെ കൊടുക്കുന്നുണ്ട്. ബോട്ടം വരുന്നത് ഇതുപോലെ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഒരു ലൈറ്റ് പീച്ച് കളറിലേക്ക് കേട്ടോ. ഇങ്ങനെ അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു റെഡ് കളറാണ്. മെറ്റീരിയൽ വിചിത്ര സിൽക്ക് തന്നെയാണ്. വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ഷോൾഡറിൽ യോക്കിന്ന് ഷോൾഡറിലേക്ക് കയറി വരുന്ന വർക്കാണ്. നല്ലൊരു ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി വർക്ക്. കുറേ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ വന്നതേക്ക് വരുന്നുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു യെല്ലോ ഷെയ്ഡ് എല്ലാം വരുന്നുണ്ട്. നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്ക്. ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിൽ രണ്ട് സൈഡ് നല്ല ഹെവി ആയിട്ട് രണ്ട് ലെയർ ആയിട്ട് വരുന്ന ഒരു സ്കാലപ്പാണ് വരുന്നത്. കണ്ടോ, രണ്ട് കളർ ഷെയ്ഡിലേക്ക് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്കിൽ വരുന്ന ആ ഒരു സെയിം കളേഴ്സിന്റെ തന്നെ കോമ്പിനേഷൻ ഇതുപോലെ എംബ്രോയിഡറി വർക്കായിട്ട് ഇതുപോലെ ഷോളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. യോക്കിൽ ടോപ്പിൽ വരുന്ന ആ സെയിം പാറ്റേൺ തന്നെ നല്ല രസമായിട്ടുള്ള ഷോളുമാണ്. ഷോളിന്റെ മെറ്റീരിയൽ സെയിം ആണ്. വിചിത്ര സിൽക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതിന്റെ ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് ബോട്ടം പെയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും.
അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ്റെയും കോമ്പിനേഷനിലും സെൽഫായിട്ടും വരുന്ന ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഹെവി ആയിട്ട് തന്നെ സ്വീക്കൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം ഈ ഒരു ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ ഷോൾ വരുന്നത് നെറ്റ് ഷോൾ ആണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. സെൽഫായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ഷോളാണ് വരുന്നത്. ഇങ്ങനെ സൈഡ്സ് ഒക്കെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് യോഗിലേക്ക് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. ഒരു പോയിന്റഡ് എംബ്രോയിഡറിയിൽ ഫിനിഷ് ചെയ്തേക്കുന്ന വർക്കാണ് വരുന്നത്. നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സെയിം ടോൺ തന്നെ സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്കിൽ വരുന്ന ആ ഒരു ഫ്ലവറിന്റെ കോമ്പിനേഷൻ തന്നെ ഷോളിന്റെ ബോഡിയിലേക്കും ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന വിത്ര സിൽക്ക് തന്നെയാണ്. ഗ്രീൻ കളറാണ് വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓണിയൻ പിങ്കിന്റെയും ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിൽ സെൽഫായിട്ട് തന്നെ നല്ല ഹെവി ആയിട്ട് ഇതുപോലെ സ്വീക്കൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ്. സെയിം ടോണിലേക്ക് എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ സെൽഫായിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കുമായിട്ട് വരുന്ന ഷോളാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് തന്നെ യോക്കിലെ ഒരു എംബ്രോയിഡറി വർക്ക് ത്രെഡിന്റെയും വരുന്നുണ്ട്, ജെറിയുടെ ഒരു വർക്കും വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഷോള് വരുന്നത് ഇങ്ങനെ യോക്കിൽ വരുന്ന ഈ ഒരു സെയിം ഒരു പാറ്റേൺ തന്നെ ഷോളിലേക്ക് ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോഡിയിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് അതിന്റെ കളർ ചേഞ്ച് ആണ്. ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. യോക്കിൽ വരുന്ന വർക്ക് ഇതുപോലെ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സെയിം ടോൺ സാൻറ്റൂൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ കുഞ്ഞി ബോർഡർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷനുമാണ് വരുന്നത്. ഷോളിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പിങ്കിഷ് പീച്ച് കളറിലേക്കാണ് കേട്ടോ വരുന്നത്. യോക്കിൽ ഇതുപോലെ, യോക്കിൽ എന്ന് പറയാൻ പറ്റത്തില്ല, നെക്ക് ലൈനിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ്. വളരെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും അതിൻ്റെ ഉള്ളിൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൂടെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്കാണ് വരുന്നത്. ഇതുപോലെ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് സെറ്റ് വരുന്നത്. ഇങ്ങനെ ഇതിന്റെ ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിലും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു സെയിം യോക്കിൽ വരുന്ന ആ ഒരു സെയിം ഫ്ലവേഴ്സിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെ ഷോളിലേക്കും വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. വളരെ നമുക്ക് ഫേസിലൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്ന ഷെയ്ഡ് തന്നെയാണ്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് സ്കാലപ്പ് ഫിനിഷിംഗ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതിനകത്തും ഗ്രീനിന്റെ ഒരു പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിലേക്ക് എംബ്രോയിഡറി വർക്ക് നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻറ്റൂൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ജോർജറ്റ് തന്നെയാണ് ഷോൾ മെറ്റീരിയലും വരുന്നത്. രണ്ട് സൈഡും സ്കാലപ്ഡ് ആണ്. സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ഫ്ലവറിന്റെ എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. ഇതുപോലെയാണ് കേട്ടോ യോക്കിലെ വർക്ക് വരുന്നത്. നല്ല ഹെവി ആയിട്ട് യോക്കിലേക്ക് ഒരു എംബ്രോയിഡറി വർക്കും ഹെവി ആയിട്ട് തന്നെ സ്വീക്കൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെ സെയിം ടോൺ സാൻറ്റൂൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇപ്പോൾ ഡെയിലി വെയറായിട്ടൊക്കെ ജോർജറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഇതാണ് ഷോള് വരുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ഷോളും വരുന്നു. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ യോക്കിൽ വരുന്ന ആ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെ ഫ്ലവേഴ്സ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ നല്ല രസമായിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ എല്ലാം സ്വീക്കൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് മെറ്റീരിയൽ വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഓഫർ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്റ്റൈലിലും 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് 1-2 പീസിലൊന്നും കൂടുതൽ ഒന്നിൻ്റെയും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പിണക്കമൊന്നും തോന്നരുത്. നെക്സ്റ്റ് ടൈം നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണുന്നത് എല്ലാം നിങ്ങൾക്ക് റേറ്റ് ഉണ്ടാവും. സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസസ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ 30% കഴിഞ്ഞിട്ടുള്ള ഓഫർ പ്രൈസ് 30% ആണ്. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.